അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു ചേർന്നു. അവസാനം നമ്മുടെ ഖജാൻജി എത്തി. അപ്പം നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. തോട്ടക്കാടിന്റെ അഭിമാനമായ ആലുമുടി കുടുംബത്തിന്റെ യശസ് ഉയർത്തുന്ന നമ്മുടെ സ്വന്തം സാജൻ എന്ന പേരുള്ള തവള ഇതാ ഒരു ഗാനം ആലപിക്കാൻ പോവുകയാണ്. എല്ലാവരും നിശബ്ദതയോടെ നീയറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീയറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് വാഗമണ്ണിലെ വരത്തൻ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ്. ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാ. ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീടിനടുത്താണ് നിൽക്കുന്നത്. നമ്മളൊരു 8 ഫാമിലിയോളം നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും കൂടെ സ്റ്റേ ചെയ്തേക്കത്തേക്ക് ഞങ്ങളൊരു വീടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനോടടുത്ത് ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇവിടുത്തെ ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യാൻ എടുത്തേക്കുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതി ഭംഗി നോക്കി. ചുറ്റും കാണാൻ നല്ല ഭംഗിയാണ്, നല്ല സീനറിയാണ് ഇവിടെ, നല്ല രസമുണ്ട്. ശരിക്കും വാഗമൺ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു സ്പോട്ടിൽ വരുന്നത്. വാഗമൺ വരുമ്പോൾ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ മാത്രം നമ്മൾ കവർ ചെയ്ത് 1 ഡേ ട്രിപ്പോടുകൂടി വന്നേച്ച് പോകാനാണ് പതിവ്. പൈൻ വാലിയും മൊട്ടക്കുന്നും അങ്ങനെയുള്ള മെയിൻ സ്പോട്ടുകളൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകാനാണ് പതിവ്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ കുറേ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു ട്രിപ്പ് വരുന്നത്, ഒന്നിച്ചൊരു വീട് എടുക്കുന്നത്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. വീഡിയോ കാണുമ്പോൾ പലർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തന്നെ ഉണ്ടായിരിക്കും. മെയിനായിട്ടുള്ള ഇവിടുത്തെ കാര്യം പ്രകൃതി ഭംഗിയാണ്. ശരിക്കും ഞാനിത് മുഴുവൻ നിങ്ങളെ ചുറ്റി കാണിച്ചു തരാം കേട്ടോ. വാ. നരകത്തിൽ നിന്നെന്നെ കരകേറ്റ് ശംഭോ ശംഭോ ശംഭോ. ദേവരാഗമേ മേലെ മേലെ തെരുഞ്ഞും പാടിവാ താടിവാ. വരൂ മധുരം നുള്ളി തരൂ നരുമപ്പൂ തേടുവതാരെ ആരെ
മാനസമൈനേ വരൂ. സംഗീതമേ സംഗീതമേ. അങ്ങനെ വാഗ്വാദങ്ങൾക്കും കടുത്ത പോരാട്ടത്തിനും ഒടുവിൽ A-ടീം വിജയികളായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ ക്യാമ്പ് ഫയറിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. പിള്ളേരും വലിയവരും എല്ലാം ക്യാമ്പ് ഫയറിനായിട്ട് ഇങ്ങനെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. വലിയവരെ പോലെ തന്നെ കുട്ടികൾക്കും അവരുടെ ഗാനങ്ങൾക്കും ചൂട് വയ്ക്കണമെന്ന് പറഞ്ഞ് അവരുടെ കാത്തുപാട്ടും വെപ്പിച്ചു. അങ്ങനെ പാട്ടും മേളവും ഒക്കെ കഴിഞ്ഞ് ഇന്നലെ കടന്നപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ എല്ലാവരും വയ്യ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് സെക്കൻഡ് ഡേ നമ്മൾ 1-2 സ്ഥലങ്ങളെല്ലാം തന്നെ കവർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ തോന്നിയതുകൊണ്ടാണ് ഒന്നും കൂടെ വീഡിയോ എടുക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പം ഇവിടുത്തെ ഇന്ന് കണ്ടിട്ട് നിറയെ കോടയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. ഇതൊരു ഇസ്ലാം മത വിശ്വാസികൾ അവർ ഒരു 800 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൂഫി സെയിൻറ്റ് ഇവിടെ വന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം കൂടി ഈ പാറയ്ക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതിന് മേളിൽ വന്നു കഴിയുമ്പോൾ ഈ സീനറി ഉണ്ട്, എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് കാണാൻ. നല്ല കോടയൊക്കെ ഇറങ്ങി ആ മേഘങ്ങളും ആ ബ്ലൂയിഷ് ഷെയ്ഡും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ഭംഗിയാണ് ആ മേളിൽ നിന്നുള്ള വ്യൂ. ഞാൻ ഒരുപാട് തവണ വാഗമൺ പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആയിരുന്നു ഈ തങ്ങൾപ്പാറയിൽ പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരുന്നു. ഞങ്ങൾ ചെന്ന സമയം കോട ഇറങ്ങി മൊത്തത്തിൽ മൂടിക്കിടക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ പാറ കയറി മേളിൽ ചെന്നതും ഇപ്പം നീ കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നറിയോ. അവിടുത്തെ ആ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ആരെങ്കിലും ഇതിനു മുമ്പ് ഈ തങ്ങൾപ്പാറ പോയിട്ടില്ലെങ്കിൽ മറക്കാതെ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. വാഗമൺ ട്രിപ്പ് പോകുന്നവർക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്.
നമ്മളിത് ഈ തങ്ങൾ പാറയുന്ന മൊട്ടക്കുന്ന് കാണിച്ചു തരാം. അവിടെ ആളുകളൊക്കെ നിന്ന് സൂം ചെയ്ത് കാണിക്കാമോ? കണ്ടതേ ആളുകൾ നിൽക്കുന്നത് കണ്ടോ? തങ്ങൾ പാറയെന്നുള്ള വ്യൂ ആണ് മൊട്ടക്കുന്നിലേക്ക്. അങ്ങനെ ഞങ്ങൾ തങ്ങൾപ്പാറയിൽ നിന്ന് അടുത്ത സ്പോട്ടായ ഉളുപ്പിനിയിലേക്ക് എത്തിച്ചേർന്നു. അപ്പം ഉളുപ്പിനിയാണ് ഇനി നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇത് കൂടാതെ നമ്മൾ വാഗമണ്ണ് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകൾ കവർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കാണണേ. അപ്പം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉളുപ്പിനിയിലാണ്. ഉളുപ്പിനിയിലും നല്ല കിടിലൻ വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. അപ്പോൾ നമ്മൾ കയറിയ തങ്ങൾപ്പാറ ആയിക്കോട്ടെ ഈ ഉളുപ്പിനി ആയിക്കോട്ടെ, വ്യൂ ഒരു രക്ഷയില്ല. നേച്ചർ ബ്യൂട്ടി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർ ഈ സ്പോട്ടുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ. വാഗമൺ വരുമ്പോഴത്തേക്കും മിസ് ചെയ്യാതെ വിസിറ്റ് ചെയ്യേണ്ട പ്ലേസുകളാണിതൊക്കെ. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ മടക്കയാത്രയിലാണ്. ഗതാഗതം ഒരുക്കി തന്ന നമ്മുടെ പ്രവീൺ ജി ഒരു നന്ദി പറയുകയാണ്. അങ്ങനെ ഞങ്ങളോടൊപ്പമുള്ള ഈ യാത്ര നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അതുവരെ ബൈ ബൈ. സൈനിങ് ഓഫ് അനിമോൾ.